വിശദമായ വാർത്തയിലേക്ക്. പി.വി. അൻവറിന്റെ ആരോപണത്തിൽ ആടിയുലഞ്ഞ് CPM. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും ആഭ്യന്തര വകുപ്പിനെയും വിമർശന മുനയിൽ നിർത്തിയുള്ള അൻവറിന്റെ നീക്കത്തിന് പിന്നിൽ ആരെന്നത് വ്യക്തമാക്കാത്തതാണ് പാർട്ടി കേന്ദ്രങ്ങളെ അങ്കലാപ്പിലാക്കുന്നത്. പി ശശിക്കെതിരെ നടപടി ലക്ഷ്യമിട്ടാണ് അൻവറിന്റെ നീക്കമെന്ന് ഇതിനകം വ്യക്തമായിട്ടുണ്ട്. വിവാദം പ്രതിപക്ഷം ഏറ്റെടുത്തതും സർക്കാരിനെയും CPM-നെയും വിഷമത്തിലാക്കുന്നുണ്ട്. നാളെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേരും. കൂടുതൽ വിവരങ്ങളുമായി വി അരുണാണ് ചേരുന്നത്. അരുൺ, അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവമായി തന്നെ അന്തരീക്ഷത്തിലുണ്ട്. ഏത് രീതിയിലാണ് പാർട്ടി ഇതിനെ കാണുന്നത്? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതീവ ഗൗരവത്തോടെയാണ് CPM നേതൃത്വം ഇതിനെ കാണുന്നത്. പക്ഷേ എന്താണ് അൻവറിന്റെ കൃത്യമായ ഉദ്ദേശമെന്ന് പല നേതാക്കൾക്കും വ്യക്തതയില്ല. വളരെ ചുരുങ്ങിയ നേതാക്കൾക്ക് മാത്രമാണ് ഇതിന്റെ കൃത്യമായ അന്തർനാടകങ്ങൾ അറിയാവുന്നത്. അതാണ് CPM-നെ ഒരു പരിധി വരെ ആശങ്കയിലാക്കുന്നത്. പ്രത്യേക സമ്മേളന കാലമാണ്, ബ്രാഞ്ച് സമ്മേളനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതൊക്കെ കൊണ്ട് തന്നെ ഈ വിഷയം വലിയ ഒരു ആശങ്കയെ CPM മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അടിയന്തരമായി നാളെ ചേരുന്ന സെക്രട്ടേറിയറ്റ് തന്നെ, നാളെ എല്ലാ വെള്ളിയാഴ്ച ചേരുന്ന പതിവ് സെക്രട്ടേറിയറ്റ് ആണ്, അതിൽ തന്നെ അൻവറിന്റെ പരാതി, അൻവറിന്റെ കത്ത് പാർട്ടി ചർച്ച ചെയ്യാൻ ഒരുങ്ങുന്നത്. നടപടിയിലേക്കും പോകുക അത്ര എളുപ്പമല്ല. സംസ്ഥാന സമിതി അംഗത്തിനെതിരെ കൂടിയാണ് ആരോപണം. മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. മുഖ്യമന്ത്രി വലിയ പിന്തുണ സ്വാഭാവികമായി അദ്ദേഹത്തിന് ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് അക്കാര്യത്തിൽ കരുതലോടെ നീക്കം CPM നടത്തുന്നത്. ഏതായാലും പ്രതിപക്ഷം ഈ വിഷയം വലിയ രീതിയിൽ അവർക്ക് വീണ് കിട്ടിയ ഒരു ആയുധമാണ്. അവരുടെ ഭാഗത്ത് നല്ല ഉണ്ടായത് ഭരണപക്ഷത്ത് തന്നെ ഉയർന്നു വന്ന ഒരു ആരോപണം ഒരു വലിയ വിഷയമായത് മാറുമ്പോൾ പ്രതിപക്ഷം വളരെ കൃത്യമായ വിഷയം ഏറ്റെടുക്കാൻ തയ്യാറായി കഴിഞ്ഞു. ഇന്ന് വലിയ പ്രതിഷേധ മാർച്ചൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ അടക്കം മാർച്ച് തിരുവനന്തപുരത്ത് ഉണ്ട്, മറ്റു ജില്ലകളിലുമൊക്കെ പ്രതിഷേധ പരിപാടികൾ നടക്കുന്നുണ്ട്. അതെല്ലാം ആലോചിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ നിന്ന് തൽക്കാലത്തേക്കും തലയൂരുക എന്നൊരു ആലോചനയാണ് CPM നടത്തുന്നത്. അതിനപ്പുറത്തേക്ക് കൃത്യമായ നടപടികളിലേക്ക് പാർട്ടി കടക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഒരു പ്രത്യേക സമാന്തര അധികാരകേന്ദ്രമായി മാറുന്ന വിമർശനം നേരത്തെ CPM-ൽ ഉള്ളതാണ്. അതുകൊണ്ട് അത് മറികടക്കുക, ആ ഒരു ആരോപണവും ആ പരാതിയും മറികടക്കുക എന്ന ലക്ഷ്യം കൂടി നീക്കങ്ങൾക്ക് പിന്നിലുണ്ട്. ഒരു സമ്പൂർണ്ണ ശുദ്ധീകരണം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, ആഭ്യന്തര വകുപ്പിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട CPM ലക്ഷ്യമിടുന്നുണ്ട്. അത് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ പാർട്ടി കഴിയുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മുഖ്യമന്ത്രി എങ്ങനെയാണ് ഈ നീക്കത്തോട് പ്രതികരിക്കുക എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പി.വി. അൻവറിനോട് തനിക്ക് നൽകിയ പരാതി പാർട്ടി സെക്രട്ടറി കൂടി കൊടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ നിർദ്ദേശിച്ചെങ്കിൽ പോലും ഒരുപക്ഷെ അൻവർ അത് കൊടുത്തേനെ. അത്തരമൊരു നീക്കമാണ് CPM-ന്റെ കേന്ദ്രങ്ങളിൽ നിന്ന് നടക്കുന്നത്. ഏതായാലും വലിയ ഒരു പ്രതിരോധത്തിലും വലിയ ആശങ്കയിലുമാണ് CPM നേതൃത്വം. അൻവർ ഉയർത്തിവിട്ട ഈ ആരോപണം ഏത് രീതിയിൽ പാർട്ടിയും സർക്കാരിനെയും ബാധിക്കുമെന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. അരുൺ, ഈ പി ശശി തന്നെയാണ് ലക്ഷ്യം, അൻവറിന്റെ ലക്ഷ്യമെന്ന് ഇന്നലെ തന്നെ വ്യക്തമായിരുന്നു. ADGP MR അജിത്കുമാർ ഒരു വഴി, അങ്ങോട്ടേക്കുള്ള ഒരു ആയുധം എന്ന രീതിയിലായിരുന്നു എന്ന് വേണം നമ്മൾ ഇതുവരെയുള്ള നീക്കത്തിലൂടെ മനസ്സിലാക്കാൻ. പക്ഷെ ആരാണ് അൻവറിന് പിന്നിൽ എന്നത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും അത് വലിയൊരു ചോദ്യചിഹ്നമല്ലേ? തീർച്ചയായും പി ശശി ഈ അൻവറിന്റെ നീക്കങ്ങളുടെ ലക്ഷ്യമെന്നത് വളരെ വ്യക്തമായി കഴിഞ്ഞു. എന്നാൽ പി ശശിക്ക് അപ്പുറത്തേക്ക് ആരെങ്കിലും കൂടി ഈ നീക്കം ഉന്നമിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് മുകളിൽ വരണമെങ്കിൽ സ്വാഭാവികമായും മുഹമ്മദ് റിയാസ്, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മന്ത്രി മുഹമ്മദ് റിയാസ് ഉണ്ട്, മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്. അവരിലേക്ക് എന്നതാണ് ആശങ്കയിലാക്കുന്നത്, അല്ലെങ്കിൽ ഒരു നേതാക്കളെയെങ്കിലും ആശങ്കയിലാക്കുന്നത്. പിന്നിലാരുന്നത് ഒരു കാര്യം വ്യക്തമായി കഴിഞ്ഞു. CPM നേതൃത്വത്തിന്റെ പ്രധാനികളുടെ അറിവോടുകൂടിയാണ്. ആരാണ് അതിന് ഈ നീക്കത്തിന് പിന്നിലെ, ഈ ഓപ്പറേഷൻ പിന്നിലെ മുഖമാരെന്നത് മാത്രമാണ് ഇങ്ങനെ വ്യക്തമാകേണ്ടത്. ഇതിനെ നയിക്കുന്നത് ആരെന്ന് മാത്രമാണ് ഇനി വ്യക്തമാകേണ്ടത്. ഏതായാലും CPM-നുള്ളിൽ നിന്ന് തന്നെ ഒരു നീക്കമായി ഇതിനെ കാണണം. അങ്ങനെ തന്നെയാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നതും. അത് ലക്ഷ്യം കൃത്യമായി ഇപ്പോൾ പി ശശി എത്തി നിൽക്കുന്നു. അതിനു മുകളിലേക്ക് പോകുമ്പോൾ ആശങ്ക CPM കേന്ദ്രങ്ങൾക്ക് ഉണ്ട്. അവിടെയും ഇതുവരെയും ഈ നീക്കത്തിന്റെ സൂത്രധാരൻ അല്ലെങ്കിൽ അതിന് കൃത്യമായ നായകത്വം വഹിക്കുന്നയാൾ ആരെന്നത് ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. അതാകും CPM-ന്റെ രാഷ്ട്രീയത്തിൽ സമീപ ഭാവിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത്. പാർട്ടി സമ്മേളനങ്ങൾ കൂടി ലക്ഷ്യമിട്ടുള്ള നീക്കമായി തന്നെയാണ് ഇതിനെ പൊതുവിൽ വിലയിരുത്തുന്നത്. ശരി, വി അരുണാണ് വിവരങ്ങൾ നൽകിയത്. ഭരണകക്ഷി MLA പി.വി. അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനും പോലീസ് ഉന്നതനുമെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്നതിനിടെ CPI സംസ്ഥാന നിർവാഹക സമിതി യോഗം ഇന്ന് ചേരുകയാണ്. വിവാദത്തിൽ കടുത്ത അതൃപ്തിയാണ് CPIക്കുള്ളത്. ഇക്കാര്യം നിർവാഹക സമിതിയിൽ ചർച്ചയ്ക്ക് വരും. പാലക്കാട്ടെ സമാന്തര കൌൺസിൽ ഉൾപ്പെടെയുള്ള സംഘടനാ വിഷയങ്ങൾ ചർച്ച ചെയ്യാനാണ് യോഗം ചേരുന്നത്. പത്തനംതിട്ടയിലെ അഴിമതി ആരോപണവും കോട്ടയത്തെ ഒളിക്യാമറ വിവാദവും ചർച്ചയാകും. ബലാത്സംഗ കേസിൽ പ്രതിയായ മുകേഷ് MLA-യുടെ രാജി വൈകുന്നതിലെ അമർഷവും യോഗത്തിൽ പ്രകടമാകും. അതിനിടെ പി.വി. അൻവർ MLA-ക്ക് കളിത്തോക്ക് അയച്ചു നൽകി യൂത്ത് ലീഗ് അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയാണ് അൻവർ MLA-ക്ക് കളിത്തോക്ക് അയച്ചു കൊടുത്തത്. പൂക്കോട്ടുപാടത്തായിരുന്നു വേറിട്ട പ്രതിഷേധം. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് പി.വി. അൻവർ MLA
തന്റെ ജീവന് ഭീഷണിയുണ്ടെന്ന് കാണിച്ച് മലപ്പുറം കളക്ടർ VR വിനോദിന് മുൻപിൽ ഗൺ ലൈസൻസിന് അപേക്ഷ നൽകിയത്. നിലവിലെ പോലീസ് സുരക്ഷയ്ക്ക് പുറമെയാണ് അൻവറിന്റെ തോക്കിനായിട്ടുള്ള അപേക്ഷ. ഇതിനെ പരിഹസിച്ചാണ് യൂത്ത് ലീഗ് MLAക്ക് കളിത്തോക്ക് അയച്ചു നൽകിയത്. അദ്ദേഹത്തിന് പിണറായി വിജയന്റെ പോലീസ് തോക്ക് അനുവദിക്കാത്ത സാഹചര്യത്തിൽ, മലപ്പുറം ജില്ലാ കളക്ടർ തോക്ക് അനുവദിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വേണ്ടി യൂത്ത് ലീഗ് ഒരു തോക്ക് അയച്ചു കൊടുക്കുകയാണ്. ഇനി അതുപോലെ തന്നെ കേരളത്തിൽ മറ്റു പേടിയുള്ള MLAമാരോ മറ്റു പ്രമുഖ ഉദ്യോഗസ്ഥരോ അതുപോലെ തന്നെ പൊതുജനങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ആവശ്യപ്പെട്ടാൽ അവർക്കും ഞങ്ങൾ തോക്ക് അയച്ചു നൽകാൻ സന്നദ്ധമാണെന്ന് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നിലവിൽ കേരളത്തിൽ ഉയർന്നു വന്ന സാഹചര്യത്തിൽ മറ്റുദ്യോഗസ്ഥർക്കോ പൊതുജനങ്ങൾക്കോ ജീവന് ഭീഷണിയുണ്ടെങ്കിൽ അവർക്കും കളിത്തോക്ക് അയച്ചു നൽകാൻ യൂത്ത് ലീഗ് തയ്യാറാണെന്നും യൂത്ത് ലീഗ് നേതാക്കൾ പരിഹസിക്കുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം.